ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറമ്പിൽ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടും പുറമൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇത് നമ്മളെ പറമ്പിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മൾ കച്ചീര പൊട്ടിക്കാൻ പോകുന്ന ഒരു വീഡിയോയിൽ ഈ ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഡൈവേർട്ടായിട്ട് വേറൊരു റൂട്ടിലാണ് നമ്മളെ പറമ്പിരിക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ പണ്ട് റബ്ബർ തോട്ടമൊക്കെ ആയിരുന്നേ. ഇപ്പോൾ എല്ലാം മുറിച്ചിട്ട് ഇതേപോലെ ഹൗസ് പ്ലോട്ടായിട്ട് സെയിൽ ചെയ്യലാണ്. അപ്പോൾ അവിടെ ഒരു വീട് വന്നിട്ടുണ്ട് കേട്ടോ. പുതുതായി വന്ന വീടാണ്. ഈ ഏരിയയിൽ വീട് കുറവാണ് കേട്ടോ. ഒറ്റൊരു വീട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതിപ്പോൾ വന്ന വീടാണ്. നല്ല രസമുണ്ട് കേട്ടോ, മാഷാഅല്ലാഹ്. വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമില്ല കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടായിരുന്നു. ഇപ്പോൾ അത് അവർ പൊളിച്ചിട്ട് പുതിയ വീടെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തോടൊക്കെ കടന്നിട്ട് ഇങ്ങെത്തിയിട്ടുണ്ട്. അപ്പോൾ നിറയെ കട്ടൻ പയറാണ് കേട്ടോ. ഉമ്മ മുന്നിൽ നടക്കുന്നുണ്ട്. കട്ടൻ പയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഈ റബ്ബർ തോട്ടത്തിലൊക്കെ കാണുന്ന ഒരു തരം പയറാണ്. കറയൊക്കെ ഉണ്ട്. ഇതേപോലെ ഫുള്ളങ്ങ് പടർന്ന് കയറും. മൊത്തം നശിപ്പിക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ പണിക്കാർക്ക് ഫുഡ് കൊടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ. നമ്മളെ പറമ്പിൽ വയക്കുന്നുണ്ട്. വയക്കുക എന്ന് പറഞ്ഞാൽ കാട് വെട്ടുന്നതിനാണ് നമ്മൾ വയക്കുക എന്ന് പറയുന്നത് കേട്ടോ. മിഷ്യൻ വെട്ടമായതുകൊണ്ട് പെട്ടെന്ന് കഴിയും. വലിയ കാടൊക്കെ ഉണ്ടെങ്കിൽ ആളെ വെച്ചാൽ നമുക്ക് മുതലാവില്ല. അതുകൊണ്ട് നമുക്ക് മിഷ്യൻ കാറ് വെച്ചിട്ട് വെട്ടാന്ന് കരുതി അങ്ങനെ അവർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 7 മണി 7 ആകുമ്പോൾ അവർ വന്നിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-10:30 ആയി സമയം. ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ നമ്മുടെ പറമ്പിലേക്ക്. ഇതിൻ്റെ ഒരു വശം മുഴുവൻ തോടാണ് കേട്ടോ. അങ്ങനെ മലക്കുന്ന വരുന്ന വെള്ളമാണ്. അപ്പോൾ ഒരു സൈഡ് ഫുള്ള് തോടും ഒരു സൈഡ് മൊത്തം പറമ്പാണ്. അപ്പോൾ തോടിൻ്റെ അക്കരെ ഇക്കരയൊക്കെ പറമ്പുണ്ട് കേട്ടോ. പല പല ആൾക്കാരുടെ പറമ്പാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മുഴുവൻ പറമ്പുകളാണ് കേട്ടോ. പണ്ടൊക്കെ കപ്ലാവായിരുന്നു. റബ്ബറിന് റേറ്റ് കൂടിയപ്പോൾ, ഡിമാൻഡ് കൂടിയപ്പോൾ എല്ലാവരും റബ്ബർ വെച്ചതാണ് കേട്ടോ. കപ്ലാവ് മുറിച്ചിട്ട് റബ്ബർ വെച്ചതാണ്. കുറേ നാളായിട്ട് ഈ വഴിയൊക്കെ വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തോടാണ്. നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ നമ്മളിങ്ങനെ തോട് കാണാനൊക്കെ വരും കേട്ടോ. തോട്ടിൽ കുളിക്കാനും അലക്കാനൊക്കെ ആയിട്ട് നമ്മളവരൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ പറയും നല്ല രസമാണ്. ഈ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പ്രകൃതി ഭംഗിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത് കൈതോലിയാണ് കേട്ടോ. പായൊക്കെ മടിയുന്ന കൈതോലിയില്ലേ, അതാണ്. അപ്പോൾ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനെ ഉള്ള പ്രകൃതി ഭംഗിയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യും. റോഡൊന്നും പണ്ടില്ല കേട്ടോ, ഇപ്പം വന്നതാണ്. ഈ ഒരു ഭാഗവും ചതുപ്പും അതേപോലെ കൈതോലയൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡ് മുഴുവൻ തോട് തന്നെയാണ് കേട്ടോ. ഇപ്പം തൊഴിലുറപ്പ് വായിക്കിയതാണ് ഇതൊക്കെ. നമ്മുടെ ഭാഗത്തൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ അവർ വായിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് മഴക്കുഴിയുണ്ട്. പണ്ടൊന്നും ഇങ്ങനെയല്ല ഈ പറമ്പുകളൊന്നും കേട്ടോ. നല്ല വൃത്തിയായിരിക്കും. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വരും, അങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്താ പറയുക, നല്ല വൃത്തിയായി കിടക്കും പറമ്പ്. ഇപ്പം എന്ന് പറഞ്ഞാൽ അവരൊക്കെ പഴമക്കാരൊക്കെ മരണപ്പെട്ട് ഇങ്ങനെ കൈമാറി വന്നേലേ, മക്കളും മരുമക്കളൊക്കെ ആയിട്ട് കൈമാറി വന്നുകൊണ്ട് എല്ലാവരും ബിസിയല്ലേ. അപ്പോൾ പണ്ടത്തെ പോലെ പറമ്പൊന്നും നോക്കാനുള്ളൊരു സമയമൊന്നും ആർക്കും ഇല്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടാണ് കണ്ടില്ല ഇങ്ങനെ അനാഥരായിട്ട് കിടക്കുന്ന, അങ്ങനെ അനാഥമായി കിടക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഈ ഭാഗത്ത്. ഇതൊക്കെ നല്ല സ്ഥലമായിരുന്നു. ഇപ്പം ഫുള്ള് കട്ടൻ പയറാണ്. മരമൊക്കെ മുറിച്ചു. വലിയൊരു പന മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ കട്ടൻ പയറാണ്.
താഴെയും അതേപോലെ കട്ടൻ പയറാണ്. നല്ലൊരു കവുങ്ങ് തോട്ടമായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ ഒന്നുമില്ല, മുഴുവൻ കട്ടൻ പയർ നിറഞ്ഞിട്ടുള്ള കേട്ടോ. അപ്പോൾ ആ തേക്ക് കാണുന്നതാണ് നമ്മുടെ പറമ്പ് കേട്ടോ. നമ്മൾ പറമ്പ് വയക്കിയാലും ഈ കട്ടൻ പയർ ഇങ്ങനെ ഇപ്പോഴത്തെ പറമ്പത്തെ കട്ടൻ പയർ അങ്ങേക്ക് പടർന്ന് കയറും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം അവരൊന്നും വയക്കാറില്ല. കുറേ വർഷമായിട്ട് അത് അങ്ങനെ തന്നെ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ അവർ വായിക്കുന്നുണ്ട്. പകുതിയായിട്ടുണ്ട് ഏകദേശം കേട്ടോ. ഇതൊക്കെ റബ്ബറായിരുന്നു, ഒക്കെ പോയി. നമ്മളും ആ ഒരു സമയം വെച്ചതാണ്. ഇക്കാക്ക അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ താഴ്ഭാഗമൊക്കെ അവർ വായിക്കിയിട്ടുണ്ട്. അപ്പുറമൊന്നും നമ്മളെയല്ല കേട്ടോ, അതൊരു മാഷിൻ്റെ പറമ്പാണ്. നല്ല കാറ്റാണ് കേട്ടോ. അപ്പുറം ഇപ്പുറം മൊട്ടക്കുന്നാണ്, മരമൊന്നുമില്ല. നമ്മളെ പറമ്പിൽ മാത്രമേ മരമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെ പറമ്പിൽ നിൽക്കാൻ നല്ല തണുപ്പും നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. പക്ഷേങ്കിൽ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ റബ്ബർ മൊത്തം നശിച്ചു പോയ ഒരു സങ്കടം. പിന്നെ നമ്മളെ ചക്ക നോക്കലായിരുന്നു കേട്ടോ പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ പ്ലാവിൽ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, നല്ല പോലെ ചക്കപ്പൂതിൽ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇടിച്ചക്ക എന്ന് അറിയില്ലേ, ഇപ്പോൾ നമ്മളെ ഭാഷയിൽ ചക്കപ്പൂതിൽ എന്നാണ് പറയുക. നമ്മൾ ഇക്കൊല്ലം ചക്കപ്പൂതിൽ കഴിച്ചില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പൊട്ടിക്കണം എന്ന് കരുതിയിട്ട് താഴെയുള്ളതൊന്നും ഞാനും കാക്കിയും തോട്ടി വെച്ചൊക്കെ പറിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. തോട്ടി അങ്ങോട്ട് കൊലഞ്ഞു പോകുന്നു. പിന്നെ എന്താ പറയുക, നമുക്ക് ഏച്ചം കൂട്ടിയിട്ടുള്ള നമ്മൾ നോക്കി, പക്ഷെ കിട്ടുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ പറമ്പിൻ്റെ മേലേക്ക് ഒന്ന് കയറി നോക്കിയതാണ്. നല്ല രസമുള്ള വ്യൂ, ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണിത് കേട്ടോ. നല്ല എന്താ പറയുക, നമ്മൾ പുറത്തൊക്കെ പോയാലുള്ളൊരു വ്യൂ ആണ്. ഇതൊക്കെ നമ്മളെ പറമ്പിൻ്റെ മേൽഭാഗമാണ് കേട്ടോ. ഈ കുന്ന് പോലെ തന്നെയാണ് നമ്മളെ പറമ്പും. ഇങ്ങനെ ചെരിവുള്ളൊരു പ്രദേശമാണ് കേട്ടോ. ചെങ്കുത്തായ മലനിര എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊരു പ്രദേശമാണ് നമ്മളെ പറമ്പൊക്കെ. ഫുള്ള് മരങ്ങളാണ്, ഫോറസ്റ്റ് പോലെയുണ്ട് കാണാൻ. കാട് കുറവാണ്, അതുകൊണ്ട് മരങ്ങൾ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് കാട് കുറവാണ്. പണ്ട് കപ്ലാവായതുകൊണ്ട് കപ്ലാവ് കുറഞ്ഞപ്പോൾ അണ്ടിയൊക്കെ കുറഞ്ഞപ്പോൾ നമ്മൾ റബ്ബർ വെച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലായിരുന്നു വെച്ചത് കേട്ടോ. ഞാനൊക്കെ ഒരു 10ാം ക്ലാസ് +1 +2 പഠിക്കുന്ന സമയത്തായിരുന്നു വെച്ചത്. അപ്പോൾ പിന്നെ ഉപ്പാൻ്റെ മരണവും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് നോക്കാനും ആക്കാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ റബ്ബറൊക്കെ നശിച്ചു പോയി. ഭയങ്കര സങ്കടമായി കേട്ടോ. നമ്മൾ ബത്തക്കത്തോട്ടത്തിൽ പോയ ഒരു വ്യൂ പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ശ്രമിക്കുന്നത് കണ്ടിട്ട് നമുക്ക് ബായി എന്താക്കി നമുക്ക് പറിച്ച് തന്നു കേട്ടോ. ഞാൻ കയറാമെന്ന് പറഞ്ഞിട്ട് ചക്കപ്പൂതിലൊക്കെ ഒരുപാട് ഇട്ട് വന്നേ. ഒരുപാട് വേണോ ചോദിച്ചാൽ നമ്മൾ 2-3 മതി എന്ന് പറഞ്ഞാൽ നമ്മൾ മതിയാക്കി. അപ്പോൾ ഒരു സിമ്പിളായിട്ട് പ്ലാവിൽ കയറിയിട്ട് പെട്ടെന്ന് പട്ടേന്ന് പറഞ്ഞിട്ട് ചക്കപ്പൂതിൽ വീപ്പിച്ചു. ഭയങ്കര സന്തോഷമായി. ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു ബായിനോട്. അപ്പോൾ കുറച്ച് വിറകൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കാലൊക്കെ കഴുകാൻ തോട്ടിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇത് നാറ്റും കുച്ചിയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. നാരിനായിട്ട് ഉപയോഗിക്കുന്നൊരു ചെടിയാണത്. അതിൻ്റെ തോലെന്താക്കും, നാരായിട്ട് നമ്മൾ ഉപയോഗിക്കും, വിറകും പുല്ലൊക്കെ കെട്ടാൻ. തോട്ടിലെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത് പാറക്കെട്ടാണല്ലോ, അതുകൊണ്ട് നല്ല തണുപ്പാണ്. പണ്ടൊക്കെ നമ്മൾ ഈ തോട്ടിലൊക്കെ വന്നിട്ട് അലക്കുകയൊക്കെ ചെയ്യാറ്. നമ്മൾ അണ്ടി വറുക്കാൻ വരുമ്പം അലക്കാനുള്ളതൊക്കെ എടുത്തിട്ട് ഫാമിലി ആയിട്ട് വരും കേട്ടോ. നല്ല രസമായിരുന്നു. ചെറുപ്പത്തിലുള്ള ഓർമ്മകൾ ഇങ്ങനെ അയവർക്കായിരുന്നു ഈ ഒരു വഴിയൊക്കെ കാണുമ്പോൾ. തെങ്ങൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷെങ്കിൽ കുരങ്ങിൻ്റെ ശല്യം നല്ല പോലെയുണ്ട്. കുരങ്ങന്മാർ കൊണ്ടുപോകും കേട്ടോ. ആ ഭാഗമൊക്കെ പറമ്പുകളുണ്ട്. അപ്പോൾ കിൻഫ്രേൻ്റെ അളവും കാര്യങ്ങളൊക്കെ
അതിലൂടെ നടക്കുന്നുണ്ട്. ആൾക്കാരുണ്ട് കേട്ടോ. കാടൊക്കെ ആയതുകൊണ്ട് കാണൂല, ഫുൾ മരങ്ങളാണ്, റബ്ബറാണ് കൂടുതൽ. പിന്നെ റോഡായതുകൊണ്ട് ഇപ്പം സ്കൂട്ടി ഇങ്ങോളം വരും, സ്കൂട്ടിയും പിക്കപ്പൊക്കെ ഇങ്ങനെ ഇതിലേ വരും കേട്ടോ. ഈ റോഡ് പോകുന്നത് മുഴുവൻ പറമ്പുകളാണ് കേട്ടോ. നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോവില്ലേ, അതേപോലെ നമുക്ക് പോകാൻ നമ്മളെ പറമ്പ് തന്നെ ധാരാളം ഉണ്ട് കേട്ടോ. അങ്ങനെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എനിക്കിങ്ങനെ തോന്നിയതായിരുന്നു, ഇങ്ങനെയുള്ളൊരു പറമ്പായിരുന്നു നമ്മൾ ബത്തക്കത്തോട്ടം കണ്ടത് കേട്ടോ. ശരിക്കും ഇങ്ങനെയൊരു കുത്താനെ ഉള്ളൊരു പ്ലോട്ടായിരുന്നു അതവർ നല്ല രീതിയിൽ റോഡൊക്കെ ആക്കിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ ബത്തക്കത്തോട്ടം ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ കഷ്ടപ്പെട്ടാൽ നമുക്കും ആഘോഷിക്കാം, നമ്മളിവിടെ പന്നിയും കുരങ്ങനൊക്കെ ഉള്ളതുകൊണ്ട് അത് സക്സസ് ആവില്ല. അപ്പോൾ നമ്മൾ താഴെയൊക്കെ ഇറങ്ങി കാലുമുടൊക്കെ കഴുകി വന്നു. ചക്ര എടുത്തു, വിറകെടുത്തു. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ വീട്ടിലേക്ക് തിരിച്ചിട്ട്. ബംഗാളികളൊക്കെ ഭക്ഷണം കഴിച്ചു, പാത്രമൊക്കെ എടുത്തു. ഇക്കാക്ക് അവിടെ തന്നെ നിന്നു, കാരണം തീർന്നിട്ടില്ല, തീർന്നത് വരെ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്, പൈസ ഒക്കെ കൊടുക്കണ്ടല്ലേ. അപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് പണയിലേക്കുള്ള റോഡാണ് കേട്ടോ. പിന്നെ ഇതിലേ നമുക്ക് വീട്ടിലേക്കുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇവിടെ ഒരു തോടുണ്ടായിരുന്നു, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇതിലെ കണ്ടത്തിൽ പോകുന്ന വഴിയാണ് കേട്ടോ. ഇതാണ് നമ്മളെ തോട്, ഫസ്റ്റ് കാണുന്ന തോട്. ഇവിടെയാണ് അധികം ആളും വന്ന് അലക്കുക കേട്ടോ. അലക്കവും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തോടാണ്. ഇപ്പം കുളിക്കൽ കുറവാണ്, കാരണം ഓപ്പൺ ആയില്ല. റോഡ് വന്നപ്പോൾ വണ്ടികളൊക്കെ വരാനും ആൾക്കാർക്ക് ഇഷ്ടംപോലെ പോകാൻ തുടങ്ങിയോണ്ട് കുളിക്കലില്ല, എല്ലാവരും വന്നിട്ട് അലക്കിയിട്ട് പോകും. അപ്പോൾ ആ ഒരു വീട് മാത്രമേ ഈ ഭാഗം ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. അപ്പം നമ്മൾ നടന്ന് നമ്മൾ വീട്ടിലെത്താനായി, ആ കോൺക്രീറ്റ് റോഡിലെത്തി കേട്ടോ. നല്ല പാടൊക്കെ ആയിരുന്നു ഈ സ്ഥലത്ത്. മാഷിൻ്റെ പറമ്പാണിത്. അപ്പം മാഷൊക്കെ മരണപ്പെട്ടപ്പോൾ ഇതൊക്കെ റോഡൊക്കെ ആയി. അപ്പോൾ വിറകൊക്കെ ഇട്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. വേഗം ഞാൻ കുറച്ച് തണുത്ത വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ ഇടിച്ചക്കയൊക്കെ നല്ല തോരനൊക്കെ ആക്കി. എല്ലാവരും വീട്ടിലുണ്ടാകുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ വലിയ ഇടിച്ചക്കേനെ എടുത്ത് തോരനാക്കി ചോറ് താത്താൻ്റെ അവിടെ നിന്ന് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ഇടിച്ചക്കത്തോരൻ നമ്മൾ ഇന്ന് കഴിക്കുകയാണ്. പിന്നെ മീൻ പൊരിച്ചയുണ്ട്, കായ്ക്കറിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.